പാലക്കാട് ആലത്തൂരിലെ ബാറിലുണ്ടായ വെടിവെപ്പ് കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായ വെടിവെപ്പിൽ മാനേജർ രഘുനന്ദന് പരിക്കേറ്റു. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മദ്യപിക്കാനെത്തിയ ആളുകളും മാനേജറും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. ആസൂത്രണം ചെയ്തു നടത്തിയ സംഘർഷമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു 6-6:30 കൂടി സമയത്ത് 2-3 പേര് കൂടിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സർവീസ് നേരം വൈകി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കസാരയൊക്കെ എടുത്ത് കുളത്തിലേക്ക് എറിയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റാഫായിട്ടൊരു സംസാരം ഉണ്ടായി പോയതാണ്. പിന്നെ രാത്രി ഒരു 10:30 നേരത്താണ് ഒരു കാറിൽ ഒരു 5-6 പേര് കാറിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ വന്ന് ഇവിടെ കയറി വെടിവെച്ചു. അപ്പോൾ അത് അന്തരീക്ഷം ഇതായപ്പോൾ പിടിച്ചു മാറ്റി അവരെ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് പിടിച്ചു മാറ്റി. രഘു ഉണ്ടായിരുന്നു മാനേജർ. അങ്ങനെ പിടിവലിയായി. എൻ്റെ ഇടയിൽ വീണ്ടും ഒന്നുകൂടി വെടി പൊട്ടി. ആദ്യം ഇവരാകെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വെടി വെച്ച് പെട്ടെന്ന്. അപ്പോൾ എല്ലാവരും പേടിച്ചു ആകെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇവർ ഒഴിവാക്കാൻ വേണ്ടി സംസാരിച്ച് പിടിച്ച് മാറ്റുന്നതിൻ്റെ ഇടയിൽ ഇവർ വീണു. അതിൻ്റെ ഇടയിൽ രഘുവിന് വീണ്ടും 2ാമത് വെടി കൊണ്ടു. എസ് വിനേഷ് കുമാർ ചേരുന്നു പാലക്കാട് നിന്ന്. വിനേഷ്, ഒരു ബാറിൽ വെടിവെപ്പ് ഉണ്ടാവുക, അത് അതിന്റെ പ്രകോപനം എന്താണ്? ഈ ബാർ മാനേജറും മദ്യപിക്കാൻ എത്തിയവരും തമ്മിലുള്ള സംഘർഷം, ഒരു വാക്കേറ്റമാണ് ഈ വെടിവെപ്പിൽ കലാശിച്ചതെന്ന് പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്താ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നു ഇത്? ടോം, ഇന്നലെ വൈകിട്ടാണ് കഞ്ചിക്കോട് സ്വദേശികളായ 3 പേർ ഈ ചിത്രപുരി, അതായത് ആലത്തൂര് കാവശ്ശേരിയിലുള്ള ചിത്രപുരി ബാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നത്. ബാർ ഇതിൻ്റെ പുറകിലാണ്. മുൻഭാഗത്ത് ഒരു ഹെറിറ്റേജ് റെസ്റ്റോറൻ്റ് ആണുള്ളത്. ഈ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ ലോണിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഭക്ഷണം ഓർഡർ ചെയ്തു. പക്ഷേ ഭക്ഷണം എത്താൻ കുറച്ച് സമയമായതിനെ തുടർന്ന് ഇവർ അവിടെ ഉണ്ടായിരുന്ന ചെയറും മറ്റും എടുത്ത് കുളത്തിലെറിയും. അതിനു മുമ്പ് ഇതിൻ്റെ ബെയററുമായി പിന്നെ വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് ഈ ചെയറും മറ്റ് സാധനങ്ങളും എടുത്ത് തൊട്ടടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിലേക്ക് എറിയുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ പ്രശ്നങ്ങളുണ്ടായി. ഇവർ തിരിച്ചു പോയതിന് ശേഷം വീണ്ടും ഇവരൊരു കാറിൽ അവിടെ എത്തുന്നു. ഒരു 6 സംഘം കാറിലെത്തി ബാറിലേക്ക് പോകുന്നു. ബാറിൽ മദ്യപിച്ച ശേഷമാണ് ഇവർ ഈ മാനേജറുമായി വാക്കേറ്റം ഉണ്ടാകുന്നു. മാനേജർ രഘുവുമായി വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്നാണ് അവിടെ പിടിവലി നടക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന എയർഗൺ ഉപയോഗിച്ചുകൊണ്ട് രഘുവിന് നേരെ ആദ്യം ഒരു വെടി പൊട്ടിക്കുന്നു. അത് പുറത്തേക്കാണ് പോയത്, അത് ആർക്കും കൊണ്ടില്ല. 2ാമത് വെടി പൊട്ടിച്ചതും ഈ രഘുവിൻ്റെ മാനേജറായ രഘുനാഥിൻ്റെ വാരിയെല്ലിൻ്റെ ഭാഗത്തേക്കാണ് ഇത് കൊള്ളുന്നത്. തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പിന്നെ ബലം പ്രയോഗിച്ച് ഇവരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇവർ രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പോലീസ് കസ്റ്റഡിയിലായി. ഈ 6 പേരിൽ ഇനി ഒരു രാഹുൽ മാത്രമാണ് പിടിയിലാകാനുള്ളത്. ബാക്കി 5 പേരും പിടിയിലായിട്ടുണ്ട്. എല്ലാവരും കഞ്ചിക്കോട് സ്വദേശികളാണ്. ഇവരുടെ മറ്റേതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ ബന്ധം ഇവർക്കുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ബാറിൽ മദ്യപിക്കാൻ എത്തുക, ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള സംഘങ്ങളാണോ, ഗുണ്ടാ ബന്ധമുള്ളവരാണോ, എന്താണ് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ടോം, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവർ കരുതിക്കൂട്ടി തന്നെയാണ് ഇത്തരത്തിൽ തോക്കുമായി എത്തിയത്. കാരണം ആദ്യം 3 പേർ ഭക്ഷണം കഴിക്കാൻ വരികയും പിന്നെ അവർ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം ഇവർ ഒരു രാത്രി വൈകി ബാർ അടയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഇവർ കാറിലെത്തുന്നത്. കാറിലെത്തിയ ശേഷം ബാറിൽ നിന്ന് മദ്യപിക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടുന്ന് ഈ കുപ്പി പൊട്ടിക്കുകയും അങ്ങനെ ആദ്യം ഇവർ കയ്യിലുണ്ടായിരുന്ന എയർഗൺ ഉപയോഗിച്ച് അന്തരീക്ഷത്തിലേക്ക് വെടിവെച്ച് ആ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം വീണ്ടും പിടിവലിയും തുടർന്ന് ഈ തോക്ക് ഇവരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം ജീവനക്കാരുടെയും മാനേജറുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടി മാനേജർക്ക് നേരെ ഇവർ വെടിയുതിർക്കുകയാണ് ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തോക്കുമായൊക്കെ എത്തിയത് വളരെ കരുതിക്കൂട്ടി തന്നെ ഒരു അക്രമത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്, ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഇവർ പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് അവിടെയുള്ള ജീവനക്കാർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ആ സമയം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും അതുപോലെ തന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരുമെല്ലാമായി നമ്മൾ സംസാരിച്ചിരുന്നു. 4 മാസം മുമ്പാണ് ഈ ഹോട്ടൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലാണ്. ഇതിൻ്റെ പുറകുവശത്താണ് ഈ ബാറുള്ളത്. ഈ സാധാരണ നിലയിൽ കുടുംബങ്ങളെല്ലാം തന്നെ ആളുകൾ കുടുംബസമേതം ഭക്ഷണം കഴിക്കാൻ വൈകുന്നേര സമയങ്ങളിലും എല്ലാ സമയങ്ങളിലും ഇവിടെ ആളുകൾ എത്താറുണ്ട്. പഴയ ഒരു തറവാട്
ഈ തൃശ്ശൂരുള്ള ഒരു ആളുകൾ വിലക്കെടുത്ത ശേഷമാണ് ഇവിടെ ബാർ ഹോട്ടൽ തുടങ്ങുന്നത്. ബാർ തൊട്ട് പുറകിൽ സാധാരണ ലോക്കൽ ബാറും അതുപോലെ തന്നെ അതിൻ്റെ മുൻഭാഗത്തായി റെസ്റ്റോറൻറ്റും ലോണിലിരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും ഒപ്പം തന്നെ അവിടെ വിശാലമായ വയലും മറ്റും കാണാൻ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. അവിടെ ഇരുന്നു കൊണ്ട് ആളുകൾക്ക് കാറ്റുകൊള്ളാൻ എല്ലാം ഉള്ളൊരു സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കുടുംബസമേതം ആളുകൾ എത്തുന്നൊരു സ്ഥലം കൂടിയാണിത്. ഇവിടെയാണ് ഇവർ ആദ്യം എത്തുകയും ഈ ലോണിലിരുന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ രാഹുലിനെ പിടികൂടാനുള്ള ഒരു ശ്രമവും ഊർജിതമായി നടക്കുന്നുണ്ട്. എന്തായാലും സാധാരണ നമുക്കറിയാം ക്രിമിനലോ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘമോ ഏതെങ്കിലും ഗുണ്ടാ സംഘമോ ആയിരിക്കും ഇത്തരത്തിൽ തോക്കുമായെല്ലാം എയർഗണ്ണാണെങ്കിൽ പോലും തോക്കുമായെല്ലാം തന്നെ കയറുക എന്ന് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള സംഘങ്ങളാണ് സാധാരണ നിലയിൽ ഇത്തരത്തിലൊരു അക്രമത്തിന് മുതിരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. കേട്ടോ. ഈ വെടിവെപ്പ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഹോട്ടലിൽ മറ്റാരെങ്കിലും വിനേഷ് സൂചിപ്പിച്ചു കുടുംബസമേതമാണ് പലരും അവിടെ ഈ ഹോട്ടലിൽ എത്തുന്നതെന്ന്. അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ? മറ്റാർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? അതോ ഈ മാനേജർ രഘുനന്ദനെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നോ ഈ വെടിവെപ്പ്? ഈ മാനേജറെ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നില്ല വെടിവെപ്പ് ഉണ്ടായത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹോട്ടൽ ഈ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ മുൻഭാഗത്താണുള്ളത്. അതായത് നമ്മൾ കയറി വരുന്ന സ്ഥലത്തും വളരെ വിശാലമായ ഒരു ലോൺ സൗകര്യവും കൂടെ അതിനകത്തുണ്ട്. ഈ ലോണിലിരുന്ന് ആളുകൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ നിലയിൽ അവിടെ എത്താറ്. ഒപ്പം തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തും ഇരിക്കാറുണ്ട്. പഴയ ഒരു തറവാട്, പഴയ ഒരു കോവിലകം അവർ വിലക്കെടുത്ത ശേഷം അത് റെനോവേറ്റ് ചെയ്തിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റ് ആക്കിയിട്ടുള്ളത്. അതിൻ്റേതായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആളുകൾക്ക് കൂടുതൽ ഇരിക്കാനും മറ്റ് സംവിധാനങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇരുന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ ആളുകൾ വരാറുണ്ട്. പക്ഷേ ബാറിലേക്കുള്ള വഴി പ്രധാന ഗേറ്റിലൂടെ കയറിയിട്ടാണെങ്കിൽ പോലും പുറകുവശത്തു കൂടിയാണ് ബാറിലേക്കുള്ള വഴി. ഇവർ ആദ്യം ഈ മുൻഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും പിന്നീട് ബാറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. രണ്ടാമതെത്തിയ സംഘം, അതായത് ഇവർ തിരിച്ചു പോയ ശേഷം കൂടുതൽ ആളുകളെയും കൊണ്ട് കാറിൽ എത്തിയ ശേഷം ഈ 6 അംഗ സംഘം ബാറിൻ്റെ അവിടേക്കാണ് പോയത്. ആ സമയത്ത് അവിടെ ബാറിലും മറ്റും നമുക്കറിയാം സാധാരണ ആ ഒരു രാത്രി സമയങ്ങളിലെല്ലാം തന്നെ ആ ബാറിൽ സാധാരണ കൂടുതൽ ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകളുള്ളൊരു സമയത്ത് തന്നെയാണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ മാനേജറെ വെടിവെക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നില്ല. ഈ ജീവനക്കാർക്ക് നേരെയാണ് ചെയ്ത് മറ്റ് ജീവനക്കാരെല്ലാം ചേർന്ന് സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഈ ഗുണ്ടാ സംഘങ്ങളെ അല്ലെങ്കിൽ ഈ സംഘങ്ങളെ അക്രമി സംഘത്തെ കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വെടിവെച്ചത്. അതിനു മുമ്പ് തന്നെ ഇവർ അന്തരീക്ഷത്തിലേക്ക് വെടിവെക്കുകയും അങ്ങനെ അവിടെ വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് രണ്ടാമതാണ് ഇങ്ങനെ ഈ മാനേജർ രഘുനന്ദൻ്റെ നേരെ വെടിവെച്ച് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ പിടിയിലായിരിക്കുന്ന ആളുകളുടെ ക്രിമിനൽ ബന്ധങ്ങൾ അവർക്ക് എല്ലാവരും കഞ്ചിക്കോട് പാലക്കാട് നഗരത്തിലല്ല എല്ലാവരും തന്നെയുള്ളത്, കഞ്ചിക്കോട് ഭാഗത്താണുള്ളത്. ഇവരുടെ എല്ലാം വീട് അവിടെ തന്നെയാണ്. ഇനി പിടികിട്ടാനുള്ള രാഹുലിൻ്റെ വീടും കഞ്ചിക്കോട് തന്നെയാണുള്ളത്. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ആലത്തൂരിലെ ബാറിലാണ് ഇന്നലെ രാത്രി വെടിവെപ്പുണ്ടായത്. മാനേജർക്ക് പരിക്കേറ്റു. 5 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്താണ് വെടിവെപ്പിന്റെ കാരണം സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. അതോടൊപ്പം ഈ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. സ്പോട്ട് ലൈവിന് പോകുന്നത് കാസർഗോഡ്